ലോകരാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഏകാധിപത്യത്തിനെതിരെ തിരിച്ചടി നൽകുന്നതിനായി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ് ഉത്തര കൊറിയ. കൊറിയൻ ഉപദ്വീപിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അനാവശ്യമായ സൈനിക ഇടപെടലുകളും ഭീഷണികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തര കൊറിയ പടിഞ്ഞാറൻ തീരത്ത് വീണ്ടും ഒരു വിജയകരമായ സൈനിക പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയായ മഞ്ഞക്കടലിലേക്ക് ഉത്തര കൊറിയ ഒരു അജ്ഞാത പ്രൊജക്ടൈൽ വിക്ഷേപിച്ചതായി ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അതീവ ഉത്കണ്ഠയോടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൈനയ്ക്കും കൊറിയൻ ഉപദ്വീപിനുമിടയിൽ തന്ത്രപ്രധാനമായി സ്ഥിതി ചെയ്യുന്ന ഈ സമുദ്രമേഖലയിൽ നടന്ന വിക്ഷേപണം തങ്ങളെ സാമ്പത്തികമായും സൈനികമായും ഉപരോധങ്ങളിലൂടെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. വിക്ഷേപിച്ച പ്രൊജക്ടൈലിന് കൃത്യമായ ആയുധ സ്വഭാവത്തെക്കുറിച്ചോ അത് സഞ്ചരിച്ച ദൂരത്തെക്കുറിച്ചോ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടാൻ ദക്ഷിണ കൊറിയൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഉത്തര കൊറിയയുടെ സായുധ സാങ്കേതിക വിദ്യയുടെ ഉയർന്ന രഹസ്യ സ്വഭാവത്തെയും കരുത്തിനെയുമാണ് കാണിക്കുന്നത്. ഒരു മാസം മുൻപ് ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകളുടെ സവിശേഷതകളും പ്രഹരശേഷിയും വിജയകരമായി പരീക്ഷിച്ചതിന് പിന്നാലെ വന്നിട്ടുള്ള ഈ പുതിയ നീക്കം തദ്ദേശീയമായ സൈനിക പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൽ രാജ്യം കൈവരിച്ച അസാധാരണമായ മുന്നേറ്റത്തിന്റെ തെളിവാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ കപടമായ നയതന്ത്ര സമീപനങ്ങൾക്കും ഏകപക്ഷീയമായ ആവശ്യങ്ങൾക്കും വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഉയർത്തിപ്പിടിക്കുന്നത്. 2019 ഹനോയിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന ആണവ നിരായുധീകരണ ചർച്ചകൾ പരാജയപ്പെട്ടത് അമേരിക്കയുടെ ധിക്കാരപരമായ നിലപാടുകൾ കാരണമായിരുന്നു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് യാതൊരു ഉറപ്പും നൽകാതെ ഏകപക്ഷീയമായി ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ വാശി ചർച്ചകളെ അട്ടിമറിക്കുകയായിരുന്നു. ആ ചർച്ചകളുടെ പരാജയത്തിന് ശേഷം വിദേശ അധിനിവേശ ശക്തികളെ ചെറുക്കാൻ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഉത്തര കൊറിയ തങ്ങളുടെ ആയുധ വികസന പരിപാടികൾ കുത്തനെ ത്വരിതപ്പെടുത്തി. കിം ജോങ് ഉന്നുമായി വീണ്ടും സംഭാഷണത്തിന് തയ്യാറാണെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആണവ നിരായുധീകരണം എന്ന മുൻ വ്യവസ്ഥകൾ ആദ്യം ഉപേക്ഷിക്കണമെന്ന് വാഷിംഗ്ടൺ നിർബന്ധം പിടിക്കുന്നത് വെറും രാഷ്ട്രീയ നാടകമാണ്. അമേരിക്കയുടെ ഇത്തരം കെണികളിൽ വീഴാതെ തങ്ങളുടെ ദേശീയ സുരക്ഷ ആദ്യം ഉറപ്പാക്കുക എന്ന കൃത്യമായ ദീർഘവീക്ഷണത്തോടെയാണ് ഉത്തര കൊറിയൻ ഭരണകൂടം മുന്നോട്ടു പോകുന്നത്. കൊറിയൻ ഉപദ്വീപിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉത്തര കൊറിയയുടെ ഈ പുതിയ പ്രൊജക്ടൈൽ വിക്ഷേപണം നടന്നിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ ആഴ്ച ഉത്തര കൊറിയ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക പരീക്ഷണം അരങ്ങേറിയത്. ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളും ഈ യാത്ര സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ദൃഢമായ തന്ത്രപരമായ സൗഹൃദം അമേരിക്കൻ സാമ്രാജ്യത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഏഷ്യ പസഫിക് മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഉത്തര കൊറിയയും ചൈനയും തമ്മിലുള്ള സഹകരണം അനിവാര്യമായി മാറുന്നു. പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന ഉത്തര കൊറിയയ്ക്ക് ചൈനയെ പോലൊരു വൻ ശക്തിയുമായുള്ള പങ്കാളിത്തം വലിയ നയതന്ത്ര ഊർജ്ജമാണ് നൽകുന്നത്. പുതിയ മിസൈൽ പരീക്ഷണം ഈ പ്രാദേശിക കൂട്ടായ്മയുടെ കരുത്ത് പ്രഖ്യാപിക്കൽ കൂടിയാണ്. ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രതിരോധ പരീക്ഷണങ്ങളെയും വലിയ ഭീഷണിയായി ചിത്രീകരിക്കുന്ന ദക്ഷിണ കൊറിയ തങ്ങൾ നടത്തുന്ന വൻ തോതിലുള്ള ആയുധീകരണങ്ങളെയും സൈനിക നവീകരണങ്ങളെയും ന്യായീകരിക്കുന്നത് കടുത്ത ഇരട്ടത്താപ്പാണ്. മെയ് 26 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് സിയോളിന്റെ സൈനിക ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്തു. കൃത്രിമ ബുദ്ധിയും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളും സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി സ്വന്തമാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ലീ സംസാരിച്ചത്. അമേരിക്കയുമായി ചേർന്ന ആണവ അന്തർവാഹിനികളും അത്യാധുനിക ആയുധങ്ങളും വികസിപ്പിക്കാൻ ദക്ഷിണ കൊറിയ പദ്ധതിയിടുമ്പോൾ അത് മേഖലയിലെ സമാധാനം തകർക്കില്ലേ എന്ന ചോദ്യം പാശ്ചാത്യ മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. സ്വന്തം സുരക്ഷയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സിയോൾ ഭരണകൂടം അതേ അവകാശം ഉത്തര കൊറിയയ്ക്കുണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അമേരിക്കയുടെ തണലിൽ നിന്നുകൊണ്ട് അയൽ രാജ്യത്തെ ഭയപ്പെടുത്താൻ നോക്കുന്ന ദക്ഷിണ കൊറിയയുടെ ഇത്തരം പ്രകോപനപരമായ ആയുധീകരണ നീക്കങ്ങൾക്കുള്ള സ്വാഭാവികവും ശക്തവുമായ മറുപടി മാത്രമാണ് ഉത്തര കൊറിയ മഞ്ഞക്കടലിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതിരോധ പരീക്ഷണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.